ഇനി മുതൽ കലക്കി ഒഴിക്കാനും എണ്ണയിൽ വറുത്ത് കോരാനും ഒന്നും നിൽക്കണ്ട. ദാ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്. സോ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ദാ ഈ ഒരു പരുവത്തിന് മാവ് കലക്കി എടുക്കുന്നുണ്ട്. ഇനി ഇഡലിച്ചെമ്പിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് കലക്കി വെച്ച് മാവ് ഒഴിച്ചു കൊടുത്ത് ഒരു 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മാവൊക്കെ ദാ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ദാ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് തരിതരിയായി ദാ ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് പൊടിച്ചു വെച്ച് മാവ് ഇട്ട് കൊടുത്ത് നെയ്യിലിട്ട് ദാ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കോരി മാറ്റാം. അതേ പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത് ഇളക്കി തിളപ്പിച്ച് കയ്യിലെടുത്ത് പ്രസ് ചെയ്താൽ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലേക്ക് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മിക്സും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് പാനിൽ നിന്ന് വിട്ടുവരുന്ന ഈ ഒരു പരുവമായാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. വലിയ ചൂട് നാറിയതിന് ശേഷം ബോൾസായി ഉരുട്ടിയെടുത്ത് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും സെൻറ്ററിലായി വെച്ച് കൊടുത്താൽ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ലഡു റെഡി. പക്ഷെ നമ്മൾ ആ ബൂണ്ടി വെച്ചുണ്ടാക്കുന്ന ലഡുവിൻ്റെ ടേസ്റ്റ് ഒന്നും ഇതിന് പ്രതീക്ഷിക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.